ഹലോ ഫ്രണ്ട്സ്, HotWheels Pranthanൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ടൊയോട്ടയുടെ വണ്ടികളാണ്. ആദ്യമായി 2020 ടൊയോട്ട ടക്കോമ. ഇതിൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട്, ഒരു റെഡും കിട്ടി. നമുക്കിന്ന് ഏതെങ്കിലും ഒരെണ്ണം തുറന്നാൽ മതിയല്ല. നമുക്ക് ബ്ലൂ തന്നെ തുറക്കാം. ഓക്കെ, റെഡ് കളക്ഷനിലോട്ട് വയ്ക്കാമല്ലോ. ഓക്കെ, നൈസ് കാസ്റ്റിംഗ് ആണ്. സൺറൂഫ് ഉണ്ട്, ഒരു എയർ ഇൻടേക്ക് ഹുഡ് സ്കൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആണത്, ബ്ലാക്കിൽ കൊടുത്തേക്കുന്നത്. കാസ്റ്റിംഗ് തന്നെ ഉണ്ട്, ടൊയോട്ടയുടെ ലോഗോ ഒക്കെ ഉണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ശരിക്കും മെയിൻ ലൈൻ കാസ്റ്റിങ്ങിൻ്റെ അത്രയും ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയാം. മെയിൻ ലൈനും പോട്ടെ, പ്രീമിയം കാസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ബാക്കിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അകത്ത് സീറ്റൊക്കെ കാണാം. 4 ഡോറാണ്, ഡബിൾ ക്യാബ് ഇതാണ് അതിനെ പറയണേ. ഓക്കെ, നല്ലൊരു നീല കളറാണ്. ഇതിലും സൈഡ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഹോട്ട് വീൽസ് സൈഡ് മിറേഴ്സ് ഒക്കെ കൊടുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. വേറെ നല്ല വീലിൻ്റെ ഡിസൈനും നന്നായിട്ട് ചേരുന്നുണ്ട്. ബാക്കിൽ 4x4 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത് Landcruiser ആണ്. 1980 മോഡൽ Landcruiser ആണ്. നല്ല പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ തുറക്കാം. ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളറിലെ ഹോട്ട് വീൽസ് എൻ്റെ ഇല്ലെന്ന് തോന്നുന്നു വേറെ. പക്ഷെ ഇതിൽ ടയറിൽ ചെളി പിടിച്ചേക്കുന്ന എഫക്റ്റ് കൊടുക്കാൻ ശ്രമിച്ചേക്കണാണ്. ഇവിടെ സൈഡിലൊക്കെ ചെളി തെറിച്ചതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. സൺറൂഫ് ഉണ്ട്. അകത്ത് കൂടെ സീറ്റ് ഫ്രണ്ടിൽ മാത്രമേ സീറ്റുള്ളൂ. ബാക്കിലത്തെ ടയറിന് അലോയ് വീൽസ് ഇല്ല. ഓക്കെ, ഇതിൻ്റെ വീൽസ് ബ്ലാക്ക് തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടായേനെ. ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ശരിക്കുള്ള ഹെഡ്ലൈറ്റ് പോലെ തന്നെ ഉണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ സൈഡിലെ സ്റ്റിക്കർ വർക്കൊക്കെ കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. ബാക്ക് വശം കുറച്ച് പ്ലെയിൻ ആയിപ്പോയി. ടെയിൽ ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഇല്ല. ബാക്കിലത്തെ ടയറും എന്തോ ഒരു സുഖമില്ല. അടുത്തത് 1986 മോഡൽ ടൊയോട്ട വാൻ. വാനിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് വണ്ടിയുടെ ശരിക്കുള്ള പേര് ഒന്നും പറയുന്നില്ല. എനിക്കാണ് ടൊയോട്ടയുടെ പ്രിവിയ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു, അതാന്ന് തോന്നുന്നത്. ഏതായാലും നല്ല കാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നല്ല ഒരു പടവും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. ഗിവ് അവേ ക്വസ്റ്റ്യൻ നമ്പർ 14. ഈ വണ്ടിയുടെ പേരെന്താണ്? ബെൻസിൻ്റെ വണ്ടിയാണ്, പക്ഷെ ഇതിൻ്റെ കറക്റ്റ് പേരെന്താണ്? ഓക്കെ, നമുക്കപ്പോൾ ഇവനെ അൺബോക്സ് ചെയ്യാം. ലോവേഡ് വണ്ടിയാണ്. നമ്മുടെ ഒമ്മിനിയുടെ ഒക്കെ ചെറിയൊരു ചായ ഉണ്ട്. സൺറൂഫൊക്കെ ഉണ്ട്, നല്ല വലിയ സൺറൂഫൊക്കെ ഉണ്ട്.
അകത്ത് സീറ്റ്, ബാക്കിൽ പോലും സീറ്റ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. മിഡിൽ റോ ഉണ്ട്, തേർഡ് റോ ഉണ്ട്. കൊള്ളാം, പണ്ടത്തെ സാധനമാണ്. ഇതെനിക്കാണ് വലിയ ടയറൊക്കെ ഇട്ട് മോഡിഫൈ ചെയ്താൽ നല്ല രസമായിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ പിന്നെ സ്റ്റേജിൽ വെച്ച് നോക്കാം. സ്റ്റേജിൽ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. വണ്ടി നല്ല ലോവേഡ് ആയത് കാരണം ശരിക്കും ആ മാഫിയ ലുക്ക് ഉണ്ട്. ഫ്രണ്ട് എനിക്കിഷ്ടപ്പെട്ടു. ഹെഡ്ലൈറ്റിൽ അവരൊരു പീസ് തന്നെ കൊടുത്തേക്കുവാണ്. സൈഡിലും ചെറിയൊരു സ്റ്റിക്കറിങ് പോലെയൊക്കെ ഉണ്ട്. ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലൈറ്റും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ടൊയോട്ടയുടെ പ്രീമിയം കാസ്റ്റിംഗ് ആണ്. 1981 ടൊയോട്ട സ്റ്റാർലെറ്റ് KP61. ഈ വണ്ടി ഇന്ത്യയിൽ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയതാണോ അതോ ആൾക്കാർ ഇമ്പോർട്ട് ചെയ്തേക്കണമെന്ന് അറിയില്ല. ഞാൻ OLX കാണാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ അതൊന്നും കൂടെ പുതിയ മോഡലാണെന്ന് തോന്നുന്നു. ഈ ഷേപ്പല്ല, ഇത് 2 ഡോറാണ്. പിന്നെ ഇന്ത്യയിൽ ഇറങ്ങിയത് ഡീസലായിരുന്നു. എനിക്ക് പെട്രോളായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ മേടിക്കുമായിരുന്നു. ഈ സീരീസിൽ പിന്നെയുള്ള വണ്ടികൾ 87 ടൊയോട്ട പിക്കപ്പ്, സ്റ്റാർലെറ്റ്, പിന്നെ ലാൻഡ്ക്രൂസർ FJ60. വേറെ ലാൻഡ്ക്രൂസറാണ്, ഇതല്ല, ഇത് വേറെയാണ്. പിന്നെ ടൊയോട്ട 2000 GT, പിന്നെ ടൊയോട്ട സുപ്ര. എനിക്കിതിൽ ലാൻഡ്ക്രൂസറും കൂടെ കിട്ടണമെന്നുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. ഓക്കെ, പിന്നെ തുറക്കാം. നല്ല ചെറിയ കുട്ടി വണ്ടിയാണ്. ക്യൂട്ടാണ്. നല്ല വൈഡ് ബോഡി കിറ്റൊക്കെ ഉണ്ട്. എൻ്റെ സൺറൂഫൊന്നുമില്ല. അകത്ത് ഫ്രണ്ടിലും സീറ്റുണ്ട്, ബാക്കിലും ചെറിയ സീറ്റുണ്ട്. ഇതാണെന്നാണ് എൻ്റെ കയ്യിലുള്ള പ്രീമിയം കാസ്റ്റിംഗ്. ഏറ്റവും ചെറിയ പ്രീമിയം കാസ്റ്റിംഗ് ഇതാണെന്നാണ്. നമ്മുടെ EG ഹാച്ച് ബാക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അതിലും ചെറുതാണ്. ഇതും 2 ഡോർ തന്നെയാണ്. ഓക്കെ, ഈ ടയറും നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ വണ്ടിയിലുള്ള ടയറാന്ന് തോന്നുന്നു. അത് സെയിം ടയറാണ്. എനിവേ, നമുക്ക് പിന്നെ സ്റ്റേജിൽ വെച്ച് നോക്കാം. നമ്മുടെ നാട്ടിലിറങ്ങിയ മാരുതി 800ൻ്റെ 2nd ജനറേഷൻ വണ്ടിയുടെ ഷേപ്പാണിത്. ഫ്രണ്ടിൽ സ്ക്വയർ ഹെഡ്ലൈറ്റും ബാക്കിൽ ടെയിൽ ലൈറ്റും ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്നത്. അത് വൈഡ് ബോഡി കിറ്റൊക്കെ കൊടുത്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുക. ഇഷ്ടപ്പെട്ടു. അടുത്തത് 87 ടൊയോട്ട പിക്കപ്പ്. നമ്മൾ സ്റ്റാർലെറ്റിൻ്റെ ബാക്കിൽ കണ്ട ഈ വണ്ടിയാണിത്. നല്ല അടിപ്പൻ പിക്കപ്പാണ്. ഇതിൽ ഫോഗ് ലൈറ്റൊക്കെ ഉണ്ട്. നല്ലൊരു പടം കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. ഓക്കെ, നമുക്ക് പിന്നെ തുറക്കാം. നല്ല വലിയ വണ്ടിയാണ്. ഈ ടയറിൻ്റെ ഡിസൈൻ നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഈ അലോയുടെ ഡിസൈൻ. സൺറൂഫൊന്നുമില്ല, പക്ഷെ ഫോഗ് ലൈറ്റ് ഉണ്ട്. നല്ല ഡീറ്റെയിൽ ഉണ്ട് ഫോഗ് ലൈറ്റിന്. നല്ല വലിയൊരു ഫോഗ് ലൈറ്റിൻ്റെ എന്താ പറയുക,
അറ്റാച്ച്മെന്റ് പോലെയാണ്. ഇതൊന്നും വെച്ചിട്ടില്ല. അകത്ത് കൂടെ സീറ്റൊക്കെ കാണാം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് പിക്കപ്പാണ്. സ്റ്റാർലെറ്റ് പോലെ തന്നെ. ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ നല്ല ജാട ലുക്കായിട്ടുണ്ട്. വേറെ ഏത് വണ്ടിയായിട്ടാണ് കമ്പയർ ചെയ്യാനായിട്ട്? ജീപ്പ് ഗ്ലാഡിയേറ്റർ എടുത്താലും ജീപ്പ് ഗ്ലാഡിയേറ്ററും കൊള്ളാം. പക്ഷെ ഇത് ചെറിയ ഷോർട്ട് വീൽ ബേസ് ആണ്. ഓക്കെ, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലിറങ്ങിയ ജിപ്സിയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. വണ്ടി നല്ലോണം ലിഫ്റ്റ് ചെയ്ത് വലിയ ടയറും പിന്നെ ഫോഗ് ലൈറ്റും ഒക്കെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് കിട്ടും. ഏതായാലും നല്ല രസമുണ്ട്. സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആണ്. ബാക്കിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ടൊയോട്ട എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.